എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരെയും ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പാർട്ട് 2-ലെ മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിവിടെ ചാപ്റ്റർ വൈസ് എല്ലാ സിലബസും കവർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇന്ന് വരെയും ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഇതിൻ്റെ അകത്തു നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഡ് ടേം പരീക്ഷയ്ക്ക് ചോദിച്ചത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതിയാവും. അത് നിങ്ങൾക്ക് ഫോക്കസ് പോയിൻ്റ് ആയിരുന്നാലും ശരി, ഇല്ലെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന എക്സാം ആയിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതിയാകും. ഓക്കെ, ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒറ്റ ചോദ്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എങ്കിലും ഒത്തിരി 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഈ 10 മാർക്കാണ് നിങ്ങൾക്ക് A+ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ 1 മാർക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ, സേ 2019 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, 2019 സേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനു മുമ്പും പല തവണ ചോദിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. സേ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടോപ്പിക് ഓഫ് മാക്രോ എക്കണോമിക്സ് ഫ്രം ദി ഫോളോയിങ്. ഈ താഴെ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നും മാക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. ഈ താഴെ പറയുന്ന ഓപ്ഷനിൽ നിന്നും മാക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമുക്കറിയാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ പാർട്ട് 1-ൽ പഠിക്കുന്നതാണ്, മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്, 2ാമത്തെ ചാപ്റ്റർ. ഇൻകം ഡിറ്റർമിനേഷൻ, ഓക്കെ, അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, കാരണം പാർട്ട് 2-ൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻകം ഡിറ്റർമിനേഷൻ. മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അതെന്താണ്, മൈക്രോയാണ്. ഓക്കെ, പിന്നെ എന്താണ്, പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മാക്രോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ. ഓക്കെ, കണ്ടോ, മാക്രോ, എം കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏത്, മാക്രോ എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോ എന്ന് പറയുന്നത് എം കഴിഞ്ഞാൽ ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ. ഓക്കെ, ഇൻഡിവിജ്വൽ വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ നമ്മുടെ ഏതാണ് ഈ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റിയും പ്രൈസ് ഓഫ് എ ഫാക്ടറും, ഓക്കെ, അത് വ്യക്തിഗതമാണ്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. എന്നാൽ ഇൻകം ഡിറ്റർമിനേഷൻ ഇല്ലേ, രാജ്യത്തുള്ള ആളുകളുടെ വരുമാനം എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക, അതെന്താണ്, അത് ഒരു ഹോൾ ഫാക്ടറാണ്, അതൊരു അഗ്രിഗേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒന്നാമത്തെ ആൻസർ നമുക്ക് ഏതായിട്ട് വിലയിരുത്താം, ഇൻകം ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ ടോപ്പിക് ഏതാണ്, ഇൻകം ഡിറ്റർമിനേഷൻ. ഓക്കെ, ബാക്കിയെല്ലാം മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കോളൂ, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. 2019 ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്ക് ആരെഴുതിയതാണ്, അറിയാലോ, JM കീനസ്. ഓക്കെ, JM കീനസ് ആണ് എഴുതിയിട്ടുള്ളത്. എമർജൻസി ഓഫ് മാക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. അപ്പോഴാണ് ആര് വരുന്നത്, നമ്മുടെ നടൻ വരുന്നത്, JM കീനസ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് എഴുതുന്നു. അതിലെന്താ പറയുന്നത്, എക്കണോമിയെ മുഴുവനായും കൺസിഡർ ചെയ്യണം, എക്കണോമിയെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, JM കീനസ് പറയുന്നത്. അപ്പോൾ ആ ബുക്ക് എഴുതിയത് ആരാണ്, JM കീനസ്. 2019 ചോദിച്ചതാണ്, ഓർമ്മയിൽ വച്ചിരിക്കുക. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ആൻഡ് എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ ബുക്ക് ആരാ എഴുതിയത്, വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതെന്താണ്, ആഡം സ്മിത്ത് ആണ്. വെൽത്ത് ഡെഫിനിഷൻ ആരുടെ ഡെഫിനിഷനാണ്, ആഡം സ്മിത്ത്. ഫസ്റ്റ് ടേം 2019 ഫസ്റ്റ് ടേമിന് ചോദിച്ച പരീക്ഷയാണ്. ആൻഡ് എൻക്വയറി ഇൻ ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ ബുക്ക് എഴുതിയത് ആരാ,
റിട്ടൺ ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എഴുതിയ ബുക്കാണ് ഏത്? വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ജെ.എം. കീനസ് എഴുതിയ ബുക്കിൻ്റെ പേര് മറക്കരുത്. എന്താണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വേജ് ഈസ് ദ റെമ്യൂണറേഷൻ ഫോർ യൂസിങ് ലാൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ശരിയാണോ? കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് നെസസറി. വേജ് ഈസ് ദ റെമ്യൂണറേഷൻ ഫോർ യൂസിങ് ലാൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലേ? വേജ് ലാൻഡ്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ലാൻഡ് ഉപയോഗിക്കും അല്ലേ? ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? വേജാണോ കൊടുക്കുന്നത്? അല്ല, ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ലാൻഡിന് നമ്മൾ കൊടുക്കുന്നത് റെൻ്റാണ്. ഓക്കെ, നമ്മൾ പഠിക്കും, താഴോട്ട് പഠിക്കും. വേജ് ആർക്കാ കൊടുക്കുന്നത്? ലേബറിനാണ് കൊടുക്കുന്നത്. ലേബറിനാണ് എന്ത് കൊടുക്കുന്നത്? വേജ് കൊടുക്കുന്നത്. ലാൻഡിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? റെൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് എഴുതുന്നു. വേജ് ഈസ് ദ റെമ്യൂണറേഷൻ ഫോർ യൂസിങ് ലേബർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. വേജ് എന്ന് പറഞ്ഞാൽ കൂലി. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? പണിയെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂലി കൊടുക്കുന്നത്. ലേബറിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂലി കൊടുക്കുന്നത്. ഇനി അടുത്തത് നോക്കിയേ. ദ ക്ലാസിക്കൽ എക്കണോമിക് തൗട്ട് ബിലീവ്ഡ് ഇൻ. ക്ലാസിക്കൽ ചിന്താഗതി എന്തിനെയാണ് അല്ലെങ്കിൽ എന്താണ് വിശ്വസിച്ചിരുന്നത്? മോഡൽ 2019 ക്വസ്റ്റ്യനാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, പിന്നെന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെന്താണ്? ഗ്രേറ്റ് ഡിപ്രഷൻ, ഓൾ അല്ലേ? ക്ലാസിക്കൽ എക്കണോമിക്സ് എന്താ വിശ്വസിച്ചിരുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റിനെയാണ് അല്ലേ? എത്ര തന്നെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്ര തന്നെ വാങ്ങാൻ എന്ത് ചെയ്യും? ആളുണ്ടായിരിക്കും. എല്ലാവർക്കും എന്തുണ്ടായിരിക്കും? ജോലി ഉണ്ടായിരിക്കും എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? ക്ലാസിക്കൽ എക്കണോമിക് തൗട്ട് അല്ലെങ്കിൽ എക്കണോമിക് തിയറി എന്ത് ചെയ്തത്? വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആര് വിശ്വസിച്ചിരുന്നത്? ഈ പറയുന്ന ക്ലാസിക്കൽ എക്കണോമിക് തൗട്ട് എന്ത് ചെയ്തിരുന്നത്? ബിലീവ് ചെയ്തിരുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലാസിക്കൽ എക്കണോമിക് തൗട്ട് എന്താ വിശ്വസിച്ചിരുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ് വിശ്വസിച്ചിരുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ. ഹൂ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? 2018 ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആഡം സ്മിത്താണ്. ഓക്കെ, ആഡം സ്മിത്താണ് എന്താണ്? ഫൗണ്ടിങ് ഫാദർ. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ആഡം സ്മിത്താണ്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് നോക്കിയോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഔട്ട്കം ഓഫ് ഡിപ്രഷൻ? ഈ താഴെ പറയുന്നതിൽ ഡിപ്രഷൻ്റെ ഔട്ട്കം ഏതാണ്? ഓക്കെ, ഡിപ്രഷൻ നമുക്കറിയാം. അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ. ഒന്ന്, ഇൻക്രീസ് ഇൻ GDP ഗ്രോത്ത്. ശരിയാണോ? GDP ഗ്രോത്ത് കൂടിയോ? കൂടിയില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് അല്ലേ? തൊഴിൽ കൂടിയോ? കൂടിയില്ല. ഡിപ്രഷൻ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മ അല്ലേ? എത്രയാണ്? 3% കിടന്ന തൊഴിലില്ലായ്മ 25% പോയി അമേരിക്കയിൽ. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് അമേരിക്ക. എന്താ സംഭവിച്ചത്? തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ് 3% എങ്ങോട്ട് പോയി? 25% പോയി. അതാണ് നമ്മുടെ ആൻസർ. ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ. ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്. അവിടെ എന്താ ഉണ്ടായത്? അൺഎംപ്ലോയ്മെൻറ്റ് ഗ്രോത്താണ് ഉണ്ടായത്. തൊഴിലില്ലായ്മ എന്ത് ചെയ്തു? കൂടി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? 2017 ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അറിയാലോ, എക്കണോമിക് സിസ്റ്റത്തിനെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഓക്കെ, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഓൺഡ് ആൻഡ് മാനേജ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഗവൺമെൻറ് റോളൊക്കെ എന്ത് അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് നോക്കിയേ. വേജസ് ആൻഡ് പ്രൈസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, വേജസ് ആൻഡ് പ്രൈസ് ആരാ? അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ആണോ നോക്കുന്നത്? 2, പ്രൈവറ്റ് ഓണർഷിപ്പ് മീൻസ് പ്രൊഡക്ഷൻ. പിന്നെ അടുത്തെന്താണ്? പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഫോർ എക്സ്ചേഞ്ച്. നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? താഴെ പറയുന്നവയിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ഓക്കെ, പ്രൈവറ്റ് ഓണർഷിപ്പാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞത്. പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഫോർ എക്സ്ചേഞ്ച്. ഓക്കെ, പ്രൊഡക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അത് എന്ത് ചെയ്യും? മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഇവിടെ പറയുന്നത് നോക്കിയോ. വേജസ് ആൻഡ് പ്രൈസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ? അല്ല. ആരാണ്? മുതലാളികളാണ് അല്ലേ? മുതലാളിത്ത വ്യവസ്ഥയിൽ പ്രൈസ് നിശ്ചയിക്കുന്നത് ആരാണ്? കൂലി നിശ്ചയിക്കുന്നത് ആരാണ്? മുതലാളിയാണ്. അത് ഗവൺമെൻറ് അല്ല. അപ്പോൾ ഇതാണ് ഏത് തെറ്റായിട്ടുള്ള കാര്യം. ഇത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ വരുന്നതല്ല. ഇത് സോഷ്യലിസ്റ്റ് എക്കോണമിയിലാണ് എന്ത് ചെയ്യുന്നത്? വേജ് ആൻഡ് പ്രൈസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ് എന്ന് പറയുന്നത്. നോക്കി, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേജ് ആൻഡ് പ്രൈസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള സ്ഥലത്ത് ഏത് ആൻസർ വരുമെന്നാണ് എന്തായിട്ടുള്ളത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മാർച്ച് 2016 ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
വെൽത്ത് ഓഫ് നേഷൻ ആ ബുക്ക് എഴുതിയത് 1776 മനസ്സിലാക്കിയിരിക്കണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് വെൽത്ത് ഓഫ് നേഷൻ 1776. ജനറൽ തിയറി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അടുത്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എക്കണോമി ആസ് എ ഹോൾ. ഓക്കെ, പിന്നെ മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത് 1776. എന്നാൽ കീനസ് ദ ജനറൽ തിയറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് എന്താണ്? ഇതാ നടക്കുന്ന ആൻസർ 1936. ഇതാണ് ആൻസർ 1936. ഇവിടെയാണ്, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിൽ വരേണ്ടത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എക്കണോമി ആസ് എ ഹോൾ. ഇവിടെ മൈക്രോ എക്കണോമിക്സ് അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഞാൻ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. ഇൻഡിവിജ്വൽ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത്? മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, എന്നാൽ ഡാഷ് എക്കണോമി ആസ് എ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്രോ എക്കണോമിക്സ് കൺസിഡർ ആസ് എക്കണോമി ആസ് എ ഹോൾ. അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ ഏതാണ്? മാക്രോ എക്കണോമിക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. ആഡം സ്മിത്ത്, ഇപ്പോൾ മുകളിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ 1776. ജെഎം കീനസ് ബുക്ക് എഴുതിയത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതാണ് ബുക്കിൻ്റെ പേര്. എന്താണ്? വർഷം എത്രയാണ്? 1936. അപ്പോൾ ഈ ഡാഷിൽ ഈ ബുക്കിൻ്റെ പേരും ഈ ഡാഷിൽ എന്ത് ചെയ്യുന്നു? ഈ വർഷവും വരും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് ബുക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ബൈ ദി നെയിം. മൈക്രോ എക്കണോമിക്സിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോ എക്കണോമിക്സിന് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയോ, 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ 4 മേജർ സെക്ടർ ഇൻ ആൻ എക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. 2019 ചോദിച്ചിട്ടുള്ളതാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് രാജ്യത്ത് എത്ര സെക്ടറിലുള്ള എക്കണോമി ഉണ്ടെന്നാണ് എന്തായിട്ടുള്ളത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു എക്കണോമിക് സെക്ടറിൻ്റെ കമ്പോണൻസ് 4 മേജർ സെക്ടർ. അടുത്ത അതേ ക്വസ്റ്റ്യൻ മറ്റൊരു തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ 4 മേജർ സെക്ടർ ഇൻ ആൻ എക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയേ, നമ്മളെന്താണ് ഒരു എക്കണോമിയിലെ സെക്ടേഴ്സിന് നമ്മൾ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 4ആയി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഹൗസ് ഹോൾഡ് നോക്കിക്കോ, ഇൻ വിച്ച് ഡിസിഷൻ റിലേറ്റിംഗ് ടു കൺസംഷൻ ആർ ടേക്കൺ ബൈ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ദേ പേ ടാക്സസ്. ഓക്കെ, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ വിച്ച് ഡിസിഷൻ റിലേറ്റിംഗ് ടു കൺസംഷൻ, എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് അല്ലേ? എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് നമ്മളാ തീരുമാനിക്കുന്നത് എന്ത് വാങ്ങണം അല്ലേ? ആ തീരുമാനം എടുക്കുന്ന ആരാ? ആ ഡിസിഷൻ ടേക്കൺ ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. ഏത് സാധനം വാങ്ങണം? ഓക്കെ, നമ്മളാണ് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് നമ്മൾ. ഏത് സാധനം വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് കാശ് കൊടുത്ത് വാങ്ങുന്നത് നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കും. ഇനി അടുത്ത് നോക്കിയാൽ ഫേംസ്, ഈ പറയുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആളുകൾ. ഓക്കെ, വിച്ച് ട്രാൻസ്ഫോം ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് ടേക്ക് ഡിസിഷൻ അബൌട്ട് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ഫേംസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ? ഇവിടെ പറയുന്നുണ്ട് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് എന്താണ്? ഫേംസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തത് ഹൗസ് ഹോൾഡ്, ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ മേജർ കമ്പോണൻ്റാണ് ഹൗസ് ഹോൾഡ്. എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ആൾ. രണ്ടാമത്തെ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്കണോമിക് സിസ്റ്റത്തിലെ ഒരു മേജർ കമ്പോണൻ്റ് ആണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് എന്താണ് ആവശ്യമുള്ളത് അതെന്ത് ചെയ്യുന്നു? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അവർക്ക് എന്താ കിട്ടുന്നത്? ഫേമിന് എന്താ കിട്ടുന്നത്? പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇനി അടുത്ത ഗവൺമെൻറ് എന്താ? ഇറ്റ് ടേക്ക് എ ഡിസിഷൻ എബൌട്ട് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് കളക്റ്റീവ് വാണ്ട്സ്. ഓക്കെ, ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് കളക്റ്റീവ് വാണ്ട്സ്, ഒരു സമൂഹത്തിൻ്റെ കൂട്ടായിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് അല്ലേ? അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പൊതുവായിട്ട് എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അതാണ് ഇറ്റ് ടേക്ക് ഡിസിഷൻ അബൌട്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കളക്റ്റീവ് വാണ്ട്സ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സമൂഹത്തിന് എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഫാക്ടർ ഏതാണ്? ഗവൺമെൻറ്റാണ്. പിന്നെ എന്താണ്? എക്സ്റ്റേണൽ സെക്ടർ, നമ്മൾ എന്ത് ചെയ്യുന്നു? രാജ്യത്തിനപ്പുറം വിച്ച് എക്സ്പോർട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഫോറിൻ കൺട്രീസ്. നോക്കിയേ, ഫോറിൻ കൺട്രീസ് ആൻഡ് മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് ദി നേഷൻ ഓൾ ഓവർ ദി വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തില്ലാത്ത സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത്, ഒരു 4 മേജർ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. നോട്ട് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, മാച്ച് ദി ഫോളോയിങ് അറിയാമല്ലോ, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇയർ ഞാൻ കൊടുത്തിട്ടില്ല. ലാൻഡിന് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്, തെറ്റാണ്. ലേബറിന് ഇൻട്രസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്, തെറ്റാണ്. ക്യാപിറ്റലിന് വേജ്, തെറ്റാണ്. ഓർഗനൈസേഷൻ റെൻറ്റ്, തെറ്റാണ്. ലാൻഡിന് എന്താ കിട്ടുന്നത്? ഇതാ നടക്കുന്നത്, റെൻ്റാണ് കിട്ടുന്നത്. ലേബറിന് എന്താ കിട്ടുന്നത്? വേജാണ് കിട്ടുന്നത്. ക്യാപിറ്റൽ എന്താ കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഓർഗനൈസേഷൻ എന്ത് കിട്ടും? പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് എഴുതുക. ഷുവർ ക്വസ്റ്റ്യനാണ്, വരും, കൃത്യമായിട്ട് പഠിക്കണം. 3 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കും. നോക്കിയോ, ഗ്രേറ്റ് ഡിപ്രഷൻ ഈസ് എ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്. ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലേ, അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് ആണ്, വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1929. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ ഈസ് എ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് വിച്ച് സ്റ്റാർട്ടഡ് ഇൻ 1929. 1929 എന്ത് ചെയ്തിട്ടുള്ളത്? അമേരിക്കയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ളത്. ജനറലി നോൺ ആസ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. ഡ്യൂറിംഗ് ദ 1930s ഓൾമോസ്റ്റ് ദ ഹോൾ വേൾഡ് സഫേർഡ് ഫ്രം ദി ഗ്രേറ്റ് ഡിപ്രഷൻ. അപ്പോൾ അമേരിക്കയിലാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായതെങ്കിലും ഇതെന്ത് ചെയ്തു? ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും എന്ത് ചെയ്തു? ഇത് ബാധിച്ചു. ഡ്യൂറിങ് ദാറ്റ് ടൈം ബിസിനസ് കൊളാപ്സ്ഡ്. ബിസിനസ് എല്ലാം എന്ത് ചെയ്തു? ഇല്ലാതായി. ബിസിനസ് എല്ലാം ചുരുങ്ങി. മനസ്സിലായില്ലേ? എല്ലാ ബിസിനസ്സും എന്ത് ചെയ്തു? പൂട്ടാറായി. ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? എല്ലാ ബിസിനസ്സും എന്ത് ചെയ്തു? പൂട്ടാറായി. ഡ്യൂറിങ് ദ ടൈം ബിസിനസ് കൊളാപ്സ്ഡ്. ഫാക്ടറി റിമെയിൻ ക്ലോസ്ഡ്. ഫാക്ടറികളെല്ലാം എന്ത് ചെയ്തു? അടച്ചു പൂട്ടി. അതിൻ്റെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെയർ ത്രോൺ ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ഉണ്ടായി. ഇതിനറിയപ്പെടുന്നത് എന്താണ്? 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? ബിസിനസ് എല്ലാം എന്ത് ചെയ്തു? കൊളാപ്സായി. എല്ലാം എന്ത് ചെയ്തു? ചുരുങ്ങി. ഫാക്ടറി റിമെയിൻ ക്ലോസ്ഡ്. ഫാക്ടറികളെല്ലാം എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. പിന്നെന്താണ്? അതിൻ്റെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെയർ ത്രോൺ ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലേ, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? ജോലിയിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു. പിന്നെന്താണ്? ഇൻ ദ USA ഫ്രം 1929 to 1933 അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റോസ് ഫ്രം 3% to 25%. അമേരിക്കയിൽ എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്ര ശതമാനത്തിൽ നിന്ന്? 3% നിന്ന് 25% എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. അതായത് 100 പേരെ എടുക്കുമ്പോൾ 3 പേർക്ക് ജോലിയില്ലായിരുന്നു. ഇപ്പോൾ എത്രയാണ്? ഡിപ്രഷൻ ഉണ്ടായപ്പോൾ എത്രയാണ്? 100 പേരെ എടുക്കുമ്പോൾ 25 പേർക്ക് ജോലിയില്ല. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് എന്താ പറയുന്നത്? അപ്പോൾ ഇതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് അമേരിക്ക. കൃത്യമായിട്ട് പഠിച്ചോളാം, വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്നു. അമേരിക്കയിലാണ് ഇതുണ്ടായെങ്കിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിച്ചു. ബിസിനസ് എല്ലാം എന്ത് ചെയ്തു? ചുരുങ്ങി. പിന്നെന്താണ്? ഫാക്ടറി റിമെയിൻ ക്ലോസ്ഡ്. ഫാക്ടറി എല്ലാം അടച്ചുപൂട്ടി. അമേരിക്കയിലെ തൊഴിലില്ലായ്മ 3% നിന്നും 25% എന്ത് ചെയ്തു? ഉയർന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് എന്ത് ചെയ്യുക? വിവരിക്കുക. നോക്കിയോ, മാക്രോ എക്കണോമിക്സ് എമർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് J.M. Keynes ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രാഞ്ചാണ് അല്ലേ. എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുണ്ട്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു ബ്രാഞ്ചാണ്. എന്ന് തൊട്ടാണ് മാക്രോ എക്കണോമിക്സ് വന്നത്? J.M. Keynes അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ഈ ബുക്ക് എഴുതിയതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്? മാക്രോ എക്കണോമിക്സ് വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എന്താ? മാക്രോ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഡീലിംഗ് വിത്ത് ദ പെർഫോമൻസ് സ്ട്രക്ചർ, ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ആൻ എക്കണോമി ആസ് എ ഹോൾ. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ്. എന്താണ് ഡീൽ ചെയ്യുന്നത്? എന്താ ഡീൽ ചെയ്യുന്നത്? വിത്ത് ദ പെർഫോമൻസ് സ്ട്രക്ചർ, ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എക്കണോമി ആസ് എ ഹോൾ. ഇവിടെ എക്കണോമി എന്ത് ചെയ്യുന്നു? മുഴുവനായിട്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്കണോമിയെ മുഴുവനായിട്ടും കൺസിഡർ ചെയ്യുന്നു. പിന്നെ എന്താണ്? ബിഹേവിയർ അല്ലെ, എക്കണോമിയുടെ ബിഹേവിയർ അല്ലേ, അതെന്താണ്? മുഴുവനായിട്ടാണ് നോക്കുന്നത്, വ്യക്തിഗതമായിട്ടല്ല, മൈക്രോ ആയിട്ടല്ല. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിയെ അഗ്രിഗേറ്റ് ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് വേറെ ഒന്നുമില്ല. എങ്ങനെ എമർജ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രേറ്റ് ഡിപ്രഷൻ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാം. മനസ്സിലായി? ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ സമയത്താണ് J.M. Keynes എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് എഴുതുന്നത്.
മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ്? എക്കണോമി എന്ത് ചെയ്യണം? മുഴുവനായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നോക്കിയോ, മേജർ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ മേജർ സെക്ടർ, മേജർ കമ്പോണൻ്റ് ഏതൊക്കെയാണ്? 4 നമ്മൾ പഠിച്ചാലേ. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. മാച്ച് ദി ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കിക്കേ മാച്ച് ദി ഫോളോയിങ്. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ജനറൽ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ജനറൽ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആരാ എഴുതിയത്? ജനറൽ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് കീനസ് ആണ് എഴുതിയത്. ഏത് വർഷം? 1936. അപ്പോൾ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇങ്ങനെ 1936 എഴുതി. പിന്നെ എന്താണ്, ആരാ എഴുതിയത്? കീനസ് ആണ് എഴുതിയത്. ഓക്കെ, മനസ്സിലായോ? ജനറൽ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആരാ എഴുതിയത്? 1936. ആരാ എഴുതിയത്? JM കീനസ്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 3ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. SLR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. CRR ക്യാഷ് റിസർവ് റേഷ്യോ തീരുമാനിക്കുന്നത് ആരാണ്? RBI. ഓക്കെ, SLR, CRR, RBI. ഓക്കെ, പിന്നെന്താണ്? AD is equal to AS, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ, എഫക്റ്റീവ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം മനസ്സിലാവില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മാച്ച് ദി ഫോളോയിങ്ങിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ആ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കുക. പബ്ലിക് ഗുഡ്സ് ഡിഫൻസാണ്. പിന്നെ എന്താണ്? റോഡ് അല്ലേ? പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള കാര്യമാണ്. ഡിഫൻസ് പൊതുവായിട്ടുള്ള കാര്യമാണ്. റോഡ് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത് 1929 USA, അമേരിക്കയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് എന്ത് ചെയ്യുക? നിങ്ങളിവിടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. ആ മൈക്രോ എക്കണോമിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മളിത് പഠിക്കും. പിന്നെ നമ്മൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി അതും നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിലത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇതിൻ്റെ അകത്ത് നിന്ന് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വലിയ essay ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എമർജൻസോ മാക്രോ എക്കണോമിക്സും കീനസ് തിയറി അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ.